അസ്സലാമു അലൈക്കും. ഏറുവാടി ദർഗയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ കിഴക്ക് വടക്കായിട്ടാണ് അർക്കാസുമ്മ ദർഗ ഇരിക്കുന്നത്. പുല്ലാണ്ടി ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഹസ്രത്ത് ഇബ്രാഹിം ബാദുഷായുടെ കാലത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് പുരുഷന്മാർ നമസ്കാരത്തിലായിരിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ശത്രുക്കൾ പെട്ടെന്ന് ഓടി വരികയും അവരെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ അർക്കാസുമ്മ എന്ന ബീവി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ദൂരത്തേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ മുടിയാണ് പിന്നിൽ വന്ന പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടിയത്. അപ്പോഴേക്കും ആ മുടി പറഞ്ഞുകൊണ്ട് ഇവർ ഭൂമി പുലർന്ന് ഭൂമിയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇവിടെ അർക്കാസുമ്മ ബീവിയുടെ ദർഗ മാത്രമല്ല ഉള്ളത്, വേറെയും ചിലരുടെ ആണുങ്ങളും പെണ്ണുങ്ങളുടെയും ഖബറുകൾ കൂടി കാണുന്നുണ്ട്. ഇവിടെ മാത്രം ഒരു പ്രത്യേകത കാണുന്നത് സ്ത്രീകളുടെ ദർഗയിലേക്ക് ആണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ പുരുഷന്മാരുടെ ദർഗയിലേക്ക് സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. പൊതുവിൽ സ്ത്രീകളുടെ ദർഗയിൽ സന്താനമില്ലാത്തവർക്കും വിവാഹം വൈകിയവർക്കുമുള്ള നേർച്ചകളുടെ സ്ഥലമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ സിഹ്ർ, പൈശാചികമായ ബാധകൾ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്കും നേർച്ച ഇവിടെ വന്ന് അവർ ചികിത്സ തേടുന്നു എന്ന് കാണുന്നു. മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന മനുഷ്യർക്ക് കാലക്രമേണ ആ അസ്വസ്ഥതകൾ മാറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം അസുഖങ്ങൾ മാറുന്നത്. എവിടെയും കൊണ്ടുള്ള ചികിത്സ കൊണ്ടാണോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ യാതൊരു തെളിവുമായി പറയാൻ കഴിയില്ല. എല്ലായിടത്തും ഇഷ്ടംപോലെ യാചകരെ കാണാം. ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെയും പരിസരങ്ങളിലെല്ലാം സാമ്പത്തിക താല്പര്യം പ്രകാരം പല സ്ഥലത്തും കുണ്ടികൾ കാണാം. പ്രത്യേകിച്ചും കേന്ദ്ര മക്ബറയായ ഇബ്രാഹിം ബാദുഷാ അവരുടെ മക്ബറയുടെ പരിസരത്തേക്ക് വരാൻ 10 രൂപയും ഉള്ളിലോട്ട് കടക്കാൻ 100 രൂപയും എല്ലാം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഫാമിലിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് ബാധ്യതയായ ചിലരെയെങ്കിലും ചില കുടുംബക്കാർ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. അത് പ്രകാരമാണ് പണ്ട് 20-ൽ കൂടുതൽ പേർ വെന്ത് മരിക്കാൻ ഇടയായത് ചങ്ങലക്കിട്ടതിന് ശേഷം. ഇപ്പോഴും ചെറിയ ചങ്ങലയിലിട്ട 1-2 പേരെ ഏർവാടി കേന്ദ്ര ദർഗയിൽ കണ്ടു. അങ്ങനെ ചെയ്യരുത് എന്നുള്ള ബോർഡുകളും കണ്ടു, പക്ഷേ അത് ചെയ്തതായിട്ട് കണ്ടു. എല്ലാ ഭാഗങ്ങളും CCTV എല്ലാം വെച്ചതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ വീഡിയോ ഫോട്ടോ എടുക്കുന്നത് താല്പര്യപ്പെടുന്നില്ല. അതൊരു അപകീർത്തികരമായി അവർക്ക് വരുമല്ലോ എന്ന് ആലോചിച്ച് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. ഞാൻ കേന്ദ്ര മക്ബറയിൽ പ്രാവിൻ്റെ കൂടിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ താഴെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് ഒരു പുരുഷനും സ്ത്രീയും വന്നു എന്നോട് തട്ടിക്കയറി ഫോട്ടോ എടുത്തോ എന്നെല്ലാം ചോദിച്ചു. ആ സ്ത്രീ ഞാൻ കാണട്ടെ എന്നൊക്കെ പറയുന്നത്, മൊബൈൽ ഞാൻ കാണട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ ഊരിപ്പോന്നു. ആളുകൾ കൂടുന്നിടത്ത് സുഗന്ധം പുകക്കുന്നത് നല്ലതാണ്. അതിന് തിരിയോ കുന്തിക്കുമൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിലവിളക്കിൻ്റെ ആവശ്യം ഇല്ല. വെറുതെ വില കൂടിയ ഓടിൻ്റെ നിലവിളക്കുകളെല്ലാം വാങ്ങി കത്തിക്കാത്ത എത്രയോ ഭാഗങ്ങൾ കാണാറുണ്ട്. പണ്ടത്തെ കാലത്ത് വെളിച്ചത്തിനത് ആവശ്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമില്ല. ഇന്നിത് കാണുന്നത് ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലാണ്. അപ്പോൾ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ അവർക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ, അത്തരം സാധനങ്ങൾ നേർച്ചയായി കൊണ്ടുവരരുത് എന്ന്. അതുപോലെ പട്ടിവിരിക്കൽ എന്നത് ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ ഖബർ കെട്ടിപ്പൊക്കിയതുകൊണ്ടാണ് പട്ടി വിരിക്കേണ്ടി വരുന്നത്. അത് വർഷത്തിൽ 1, 2, 3 തവണ കമ്മിറ്റിക്കാർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഓരോരുത്തരും കൊടുന്ന് പട്ടി വിരിക്കുന്നതിന് പകരം അതിൻ്റെ തുക അവിടെ കൊടുത്താൽ മതി. ഏത് കാര്യത്തിനും നേർച്ചയുടെ തുക അവിടെ കൊടുത്താൽ മതി. നാഗൂരിലെല്ലാം വിരിച്ചതിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ അവിടെ കാണാം.